എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരേട്ടയിൽ എങ്ങനെയാണ് കുക്കുംബർ HTML റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കുക്കുംബർ HTML റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മേവൻ ഡിപ്പെൻഡൻസി ആയ കുക്കുംബർ റിപ്പോർട്ടിംഗ് നമുക്ക് യൂസ് ചെയ്യണം. അതുപോലെ ജനറേറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഈ സ്റ്റാറ്റിക് മെത്തേഡ് നമുക്ക് ടെസ്റ്റ് പാരലൽ യൂസ് ചെയ്യണം. അതിനുശേഷം അതേ റണ്ണർ ഫയലിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് കുക്കുംബർ JSON എന്ന മെത്തേഡ് ട്രൂ ആക്കി എനേബിൾ ചെയ്യണം. അതുപോലെ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സ്റ്റാറ്റിക് മെത്തേഡ് അതിൻ്റെ അകത്ത് കോൾ ചെയ്യണം. ഇത്ര സ്റ്റെപ്സാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഞാൻ എക്ലിപ്സ് ID ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഡെമോയ്ക്ക് യൂസ് ചെയ്യുന്ന കോഡ് ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് അവിടെ നിന്ന് യൂസ് ചെയ്യാം. form.xml ഫസ്റ്റ് ഞാൻ ഈ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യുവാണ്. ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം ടെസ്റ്റ് പാൽ എന്ന ക്ലാസ്സിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഈ ജാവ മെത്തേഡ് ഞാൻ ആഡ് ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി Ctrl+Shift+O എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നു. കുക്കുംബർ കോൺഫിഗറേഷൻ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പാച്ചെ കോമൺസ് IOയിൽ നിന്ന് ഫയൽ യൂട്ടിൽസ് എന്ന ക്ലാസ് ഇമ്പോർട്ട് ചെയ്യുന്നു. java.io.file എന്നുള്ള ക്ലാസ് ഇമ്പോർട്ട് ചെയ്യുന്നു. എറേഴ്സ് എല്ലാം പോയി. അതുപോലെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫയൽ സേവ് ചെയ്യുവാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് .output കുക്കുംബർ JSON എന്ന മെത്തേഡ് വിളിച്ച് അതിൻ്റെ വാല്യൂ ട്രൂ ആയിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യേണ്ടത് ഇവിടെയാണ്. അത് ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ജനറേറ്റ് റിപ്പോർട്ട് എന്നുള്ള മെത്തേഡ് ഇവിടെ വിളിക്കണം. ഫയൽ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ടെസ്റ്റ് പാരലൽ എന്ന ക്ലാസ് റൺ ചെയ്യാം. ക്ലാസ് റൺ ചെയ്യുമ്പോൾ ടാർഗറ്റ് എന്ന ഫോൾഡറിനകത്ത് കുക്കുംബർ HTML റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ജനറേറ്റ് ആകും. അതിൻ്റെ അകത്ത് നമുക്ക് റിപ്പോർട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ ക്ലാസ് റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് JUnit ടെസ്റ്റ്. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. ഡീഫോൾട്ടായിട്ട് കരേട്ട് ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് ജനറേറ്റ് ആകും. അതോടൊപ്പം തന്നെയാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കുക്കുംബർ HTML റിപ്പോർട്ടും കൂടി ജനറേറ്റ് ആകുന്നത്. നമുക്ക് കാണാം ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോഗ് വന്നിരിക്കുന്നത്. ഇപ്പം ടാർഗറ്റ് ഫോൾഡർ നോക്കിയാൽ കുക്കുംബർ HTML റിപ്പോർട്ട് എന്നുള്ള ഫോൾഡർ കാണാൻ സാധിക്കില്ല. പ്രൊജക്റ്റ് റിഫ്രഷ് ചെയ്തെങ്കിൽ മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പ്രൊജക്റ്റ് റിഫ്രഷ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം കുക്കുംബർ HTML റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ജനറേറ്റ് ആയിരിക്കുന്നത് ടാർഗറ്റ് ഫോൾഡറിൻ്റെ അണ്ടറിൽ. ഇതിൽ overview features.html എന്നൊരു ഫയൽ കാണാം. അത് ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം HTML റിപ്പോർട്ട് ജനറേറ്റ് ആയിരിക്കുന്നത്. ഇതിൽ ഫീച്ചേഴ്സ് എന്നൊരു ടാബ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആ ഫീച്ചർ ഫയലിലെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. അതുപോലെ ഈ ലിങ്കിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫീച്ചർ ഫയലിനകത്ത് എത്ര സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, എത്ര സെനേരിയോസ് ഉണ്ടായിരുന്നു, എത്ര ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ ഡ്യൂറേഷൻ, പാസ്റ്റ്, ഫെയിൽഡ്, സ്റ്റെപ്പിൻ്റെ, സെനേരിയോസിൻ്റെ, ഫീച്ചേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഓരോന്നും നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സ്റ്റെപ്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന സ്റ്റെപ്സ് ഫുള്ള് കാണാൻ സാധിക്കും. അതുപോലെ ടോട്ടൽ സെനേരിയോ എക്സിക്യൂട്ട് എടുത്ത ടൈം, ഓരോ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ആയ ടൈം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ എല്ലാം നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇനി ഫീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. സെനേരിയോസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ടാഗ്സ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. പാസ്റ്റ്, ഫെയിൽഡ് എല്ലാം നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റെപ്സ്, ഓരോ സ്റ്റെപ്പ് എടുത്ത ടൈമുകൾ, ഡ്യൂറേഷൻ, ആവറേജ് ഡ്യൂറേഷൻ, മാക്സിമം ഡ്യൂറേഷൻ, ടോട്ടൽ ഡ്യൂറേഷൻ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ പ്രൊജക്റ്റിൻ്റെ പേരും ടൈമും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഫെയിലിയേഴ്സ് ഉണ്ടെങ്കിൽ അത് ഈ ടാബിലായിരിക്കും കാണിക്കുന്നത്. ഞാൻ ഇൻറ്റൻഷനലി ഒരു ടെസ്റ്റ് കേസ് ഫെയിൽ ചെയ്യിക്കുകയാണ്. tags.feature എന്ന ഫയലാണ് നമ്മൾ റൺ ചെയ്യുന്നത്. നമുക്ക് കാണാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആ ഫീച്ചർ ഫയലിനകത്ത് ഞാൻ ഇൻറ്റൻഷനലി ഒരു ഫെയിലിയർ വരുത്തുവാണ്. ലീഡർ എന്നുള്ള വാല്യൂ ഞാൻ ലീഡേഴ്സ് ആക്കുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യുവാണ്. നിങ്ങൾക്ക്
ഇത് കമാൻഡ് ലൈനിൽ കൂടെ എക്സിക്യൂട്ട് ചെയ്യാം. സെയിം റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് കാണാം ഒരു ടെസ്റ്റ് കേസ് ഫെയിൽ ആയിരിക്കുന്നത്. ഇവിടെ ലീഡറാണ് വന്നത്, പക്ഷേ നമ്മൾ ലീഡേഴ്സാണ് എക്സ്പെക്ട് ചെയ്തത്, അതുകൊണ്ട് അത് ഫെയിലായി. ഇനി ഞാൻ ആ റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യുവാണ്. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം റെഡ് കളറിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഫെയിലർ ആയതിൻ്റെ റീസൺ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ റെഡ് കളറിലാണ് ഫീച്ചേഴ്സിൻ്റെ സ്റ്റാറ്റസ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു സെനേരിയോ ഫെയിൽഡ് ആയതുകൊണ്ട് 25% ഫെയിൽഡ് കൗണ്ട് ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത് ബാക്കി 3 സെനേരിയോസ് പാസ്സായതുകൊണ്ട് 75% എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റെപ്സിൻ്റെ പെർസെൻറ്റേജ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കരേട്ടയിൽ കുക്കുംബർ HTML റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി ഡീഫോൾട്ടായിട്ട് വരുന്ന കരേട്ടെ HTML റിപ്പോർട്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം കുക്കുംബർ HTML റിപ്പോർട്ട് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.